അല്ലട ഉണ്ണി, കുറെ നേരമായാലും നിൽക്കാൻ തുടങ്ങിട്ട് ആരും വരുന്ന മട്ടില്ലല്ലോ. നമുക്കൊന്ന് പോയി അന്വേഷിച്ച് നോക്കിയാലോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞ് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനേ. അവര് വന്നോണ്ടിരിക്കാണ് അത്രേ. ആ, അവര് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാൻ കരുതി അവര് വരുന്നില്ലേക്കുന്ന്. അത് അന്വേഷിക്കാന്ന് പറഞ്ഞേ. അതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തുക അച്ഛാ. അയ്യോ, എന്റെ മക്കളെ റൂമിലേക്ക് മാത്രമാക്കിയേ. എല്ലാരും റൂമിലേക്ക് സ്വിമ്മിംഗ് പൂൾ വെപ്പിക്കാന്നേ. ആ തന്നെ, പോയിക്കോ അവിടുന്ന്. നമ്മളെന്നെ വന്നത് ഫ്രീ ആയിട്ട് നിക്കാനാ. അന്നേരാ അവർക്ക് ഓരോ റൂം വേണത്രേ. അവരെ ഒരു റൂം തരും. അതിലെല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിന്നോളണം. ആ, ഒരു റൂം തന്നെ ധാരാളമില്ല മക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതുപോലെ ട്രിപ്പൊക്കെ വരുന്ന നമ്മൾ സ്വപ്നത്തിലെ പോലെ പ്രതീക്ഷിക്കാത്ത കാര്യ. അത് കിട്ടിയപ്പോ റൂം ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഓ, എന്തേ, എന്താ പറ്റി? എല്ലാത്തിനും മോന്ത കണ്ണിന് കുറ്റമായിരിക്കുന്നേ. നിങ്ങൾക്ക് എന്തേ ഇവിടെ വന്നത് ഇഷ്ടായില്ലേ? അല്ല, ഈ അച്ഛമ്മ ഇത് ഫോണിൽ കുറുകാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇതിനായിട്ട് കഴിഞ്ഞില്ലേ? ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാനല്ലേ നിന്റെ ചേട്ടൻ ഇവിടെ ഇരിക്കണേ. പിന്നെ എന്തിനാ കെട്ടിച്ചുട്ടോടത്തുനിന്ന് നിന്റെ അടുത്ത് ഞാൻ കാശ് മേടിക്കുന്നേ? അതൊന്നും വേണ്ട. നിനക്ക് നിന്റേതായ ആവശ്യങ്ങൾ കാണത്തില്ലയോ? അതുകൊണ്ട് നിന്റെ കയ്യിൽ വെച്ചേക്കാൻ നോക്കേണ്ടി. ആര് ചോദിച്ചാലും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടാ. അച്ഛമ്മേ, കഴിഞ്ഞോ? കുട്ടിനെ ആലോചിച്ച് ഒരു ബേജാറും വേണ്ട. എന്റെ അമ്മന്റെ കൂടെ അല്ലേ അവളുള്ളത്. അതുകൊണ്ട് അവക്കൊന്നും സംഭവിക്കത്തില്ല. ഞാനേ പൊന്നു പോലെ നോക്കിക്കൊണ്ട് കേട്ടാ. അതെനിക്ക് അറിയാലോ അമ്മേ. അതുകൊണ്ടാ അമ്മയുള്ള ഒറ്റ ധൈര്യം കൊണ്ടാ ഞാൻ അവളെ കൊണ്ടുപോകാൻ സമ്മതിച്ചേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സമ്മതിക്കത്തില്ലായിരുന്നു. എന്നാ ഓക്കെ അമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അയക്കേണ്ടി. ഞാൻ എടുത്ത് നോക്കിയിട്ട് പതിയെ റിപ്ലൈ തരാട്ടോ. ഓക്കേടി മോളെ, എന്നാ ശരി, അമ്മ വെക്കുവാട്ടോ. ബൈ. എന്താ മോളെ ചെറുക്കാൻ നിനക്ക് ഫോൺ വിളിക്കുന്നേരം ഒരു 1000 വട്ടം കൊച്ചമ്മേ കൊച്ചമ്മേന്ന് കിടന്ന് വിളിച്ചോണ്ടിരുന്നേ? എന്തുവാ കാര്യം? അത് പിന്നെ കുറെ നേരമല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് വിളിച്ചതാ. തള്ളനെ പോലെ തന്നെ അവനെ നിരീക്ഷിക്കാൻ ഇറങ്ങിയേക്കണേ. ഞാൻ എത്ര നേരം സംസാരിച്ചാലും നിനക്ക് എന്താണ് ചെറുക്കാ? എക്സ്ക്യൂസ് മീ. ആരാടാ അത് സംസാരിക്കുന്ന കാണില്ലേ? അന്നേരാ അവന്റെ കൊശുമീ. അയ്യ അച്ഛമ്മേ, എന്തോന്നത്? ഇദ്ദേഹമാണ് ഈ റിസോർട്ടിന്റെ മാനേജർ. മാനേജോ? അല്ല, എന്നിട്ട് നീ തന്നെ മുൻകൂട്ടി പറയാഞ്ഞേ? അതിന് അച്ഛമ്മ എന്തെങ്കിലും എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടേ? എപ്പോഴും തോക്കിക്കറി വെടിവെക്കണ പോലെ പറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. അല്ല, നിങ്ങള് ആ ജ്വല്ലറി നറുക്കെടുപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ട ഫാമിലി അല്ലേ? അതെ സർ, ഞങ്ങൾ തന്നെയാ. കുറച്ചു മുന്നേ സാറിനെ വിളിച്ചത് ഞാനാ. ആ, ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇതേ എന്റെ അച്ഛന്റെ റിസോർട്ടാ. ഞാൻ പേരിന് മാത്രമാണ് മാനേജർ. പക്ഷേ ഇതിന്റെ മുതലാളി ഞാനും കൂടിയിട്ടാണേ. ഓക്കെ സർ. അപ്പോ നിങ്ങൾക്ക് ഇവിടെ 3 ദിവസം അടിച്ചു പൊളിക്കാം. 1 റുപ്യ ചെലവില്ല. എല്ലാം ഞങ്ങളെ വകയാ. കാരണം ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കണ്ടാ മതിയേ. ഓ, ഓക്കെ സർ, തീർച്ചയായും. നിൽക്കുന്ന 3 ദിവസവും നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പരാതിയോ പരിഭവമോ അല്ലെന്നുണ്ടെങ്കിൽ എന്തിന് ഒരു ഹെൽപ്പ് വരെ വേണമെങ്കിലും ഒരു കാരണവശാലും എന്നെ വിളിക്കണ്ട. അയ്യമ്മേനെ, ഞാന് ഇവിടുത്തെ മുതലാളിയാണല്ലോ. അതുകൊണ്ട് ഈ വക ചില്ലറ പണിയൊക്കെ എടുക്കാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട്. അവനെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് പരിചയപ്പെടുത്താം. അവനോട് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അവനോട് പറഞ്ഞാൽ മതി കേട്ടോ. അവൻ എന്റെ അടുത്ത് എത്തിച്ചോളും. ഓ, അങ്ങനെ. ഓക്കെ സർ. എന്നാ പിന്നെ നിങ്ങൾ റൂമിലോട്ട് പോയിക്കോളി. നമുക്ക് പിന്നെ കാണാം കേട്ടോ. അല്ല സർ, റൂം ഏതെന്ന് പറഞ്ഞില്ലായിരുന്നു. സംസാരത്തിനിടയില് ഞാൻ അതങ്ങ് വിട്ട് നേരെ പോയി കഴിഞ്ഞാ ആ മതില് മുട്ടിനോടത്ത്
വലിയൊരു ഫാമിലി റൂം ഉണ്ട്. അതാണ് കേട്ടോ നിങ്ങളുടെ റൂം. ഓ താങ്ക് യു സർ. അല്ല സാറേ റൂമില് AC ഒക്കെ ഇല്ലേ? അച്ഛനെ അമ്മ എന്തോന്നത്? നമ്മൾ എന്നെ വന്നത് ഓസിക്ക് നിൽക്കാനാ? അന്നേരം അമ്മയുടെ ഒരു AC. ഇതൊക്കെ ചോദിച്ചറിയണ്ടേ മക്കളെ. അല്ല സാറേ AC ഇല്ലേ? കാരണം എന്റെ കൊച്ചുമോക്ക് AC ഇല്ലാണ്ട് പറ്റത്തില്ല. അതാ. ഓ യു ഡോണ്ട് വെറി. നിങ്ങളെ പേരക്കുട്ടിക്ക് AC ഇല്ലാണ്ട് പറ്റത്തില്ലല്ലേ? ഇവിടെ ഒരു റൂമിൽ AC ഇല്ല. AC ഇല്ലാണ്ട് നിൽക്കാൻ പറ്റണവര് ഇവിടെ നിന്നേച്ചാ മതി. അല്ലാന്നുണ്ടെങ്കിലേ ഇപ്പൊ തന്നെ ഞാൻ റിട്ടേൺ ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് തരാം. നിങ്ങൾ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോളി. ഓ, ഈ അച്ഛമ്മനെ കൊണ്ട് ഈ അച്ഛമ്മ നമ്മളെ ടൂറ് മിക്കവാറും കൊളത്താണെന്ന് തോന്നുന്നേ. അതല്ലേ? അയ്യോ സാറേ ഒന്നും തോന്നല്ലേ കേട്ടോ. അച്ഛമ്മ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓ ഞാൻ പറഞ്ഞത് മോനും കാര്യാക്കണ്ടെന്നേ. അല്ലേലും എല്ലാ ഫാമിലിയിലും ഇതേപോലെ ചിവിട് പോലെ ഒരു മെമ്പർ ഉണ്ടാവും. അത് ഈ മെമ്പറാണ് ഞാൻ കരുതുന്നേ ഉള്ളൂ. എന്നാ ശരി, ഹാവ് എ നൈസ് ഡേ. റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. ഒരു 2-2:15 ആവുമ്പം നിങ്ങൾക്ക് റൂമിലേക്ക് ഫുഡ് എത്തിട്ടോ. അപ്പൊ കഴിച്ച് നല്ല സമാധാനത്തോടെ ഉറങ്ങിക്കൊണ്ടി. പിന്നെ നൈറ്റ് ഒക്കെ ആവുമ്പം ഒരു നൈറ്റ് പാർട്ടി നടക്കാനുണ്ട്. അതിലെന്തായാലും പങ്കെടുത്തോണ്ടിട്ടോ. മാക്സിമം അടിച്ച് പൊളിച്ചോളി. താങ്ക് യു സർ. എന്നാ ശരി, നമുക്കെല്ലാവർക്കും റൂമിലേക്ക് പോവാം. ചേടാ എന്ത് പണിയായിരുന്നു പറഞ്ഞത്? ആലോചിച്ചിട്ട് എത്തുമ്പോഴും കിട്ടണില്ലല്ലോ. ദാ, ടോമിയെ സാറേ സാറന്നെ വന്നോ? ഞാൻ നേരത്തെ സാറ് എന്തൊരു പണി പറഞ്ഞില്ലായിരുന്നോ? അത് മറന്നു നിൽക്കുകയായിരുന്നു. അല്ല സാറേ, സാർ എന്ത് പണിയാ പറഞ്ഞിരുന്നേ? ഓ ഇവനെ കൊണ്ട് പതിവ് പോലെ തന്നെ ഇന്ന് പറഞ്ഞ കാര്യം മറന്നോ? അത് പിന്നെ കുറച്ച് പണിത്തിരക്കുണ്ടായിരുന്നു സാറേ, അതിൽ മറന്നു പോയതാ. അല്ല സാറേ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അത് പിന്നെ 101ാമത്തെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ? ഓഹോ 101ാമത്തെ റൂം അല്ലേ? 101ാമത്തെ റൂം ഞാൻ കാലത്തിന് ക്ലീൻ ചെയ്തായിരുന്നു സാറേ. ഞാനത് സാറിനോട് പറയാൻ വേണ്ടി മറന്നു പോയതാ. അത് ആലോചിച്ചോണ്ടിരുന്നേ. ഓ അത് ശരി, ഇപ്പോഴെങ്കിലും പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്തല്ലോ. അല്ല 101ാമത്തെ റൂമിന്റെ കീ ആരെ കയ്യിലുള്ളത്? അത് ഞാൻ ക്ലീൻ ചെയ്തപ്പോഴേ ദാസപ്പന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പൊ ഓക്കെ, അയാൾ അവിടെ എത്തിച്ചോളും. നീ പോയിട്ട് ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒരു ചായ ഒരു വടയും മേടിച്ചു വാ. ഓക്കെ സാറേ. അല്ല എന്ത് വടയാ? പരിപ്പ് വടയോ അതോ ഉയർന്ന വടയോ? രണ്ടും വാങ്ങിക്കോ, അല്ലെങ്കിൽ മറന്ന് വടനെ വാങ്ങാണ്ട് വന്നാലോ. അതുകൊണ്ട് ഒരു ഉയർന്ന വട ഒരു പരിപ്പ് വട രണ്ടും കൂടി വാങ്ങിക്കോ കേട്ടോ. ആ ഓക്കെ സാറേ. നോക്കിയേ സ്വിമ്മിംഗ് പൂള്. ഇത് കാണുമ്പോ ഇപ്പൊ തന്നെ അങ്ങ് എടുത്ത് ചാടാൻ തോന്നുവാ. സത്യം, എനിക്കും. അച്ഛാ. ഓ മതി മതി, നിങ്ങൾ ആര് സോപ്പിടാൻ വരണ്ട. ആര് സോപ്പിട്ടാലും ഏസാ പോണില്ല. സമയേ ഇപ്പൊ 2-2:15 അവര് 2 ഫുഡ് എത്തിച്ചു തരാന്നല്ലേ പറഞ്ഞേ. അപ്പൊ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വെള്ളത്തെ കളിച്ചാൽ മതി കേട്ടോ. 3 ദിവസം അവിടെ തന്നെ നിൽക്കുക. പിന്നെ എന്താ തിരക്ക്? പ്ലീസ് അച്ഛാ. ദേ ഒരു പ്ലീസ് ഇല്ല. അച്ഛൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം കളിച്ചാൽ മതി. ഇപ്പൊ കളിക്കാൻ നിൽക്കുവാണെങ്കിലേ പിന്നെ ഞങ്ങൾക്ക് ഫുഡും വേണ്ടി വരില്ല, റെസ്റ്റ് എടുക്കത്തില്ല, പിന്നെ വയ്യാണ്ട് അവത്തേ ഉള്ളൂ. 3 ദിവസം അടിച്ചു പൊളിക്കണമെങ്കിലേ അച്ഛൻ പറയുന്നത് കേട്ട് നിന്നോണ്ടേ. ഇപ്പൊ നമുക്ക് സ്വിമ്മിംഗ് പൂള് കണ്ട് രസിക്കാനേ പേടിയുള്ളൂ. സ്വിമ്മിംഗ് പൂൾ. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി കളിച്ചോട്ടെ? ഓ വേണ്ട മക്കളെ, ഇപ്പൊ നല്ല വെയിലാ. ഈ വെയിലത്തിറങ്ങി കളിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കളങ്ങ് കറുത്ത് വാടി പോകത്തില്ലയോ? അതുകൊണ്ടേ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം കടന്നിറങ്ങി റെസ്റ്റ് എടുത്തിട്ട് ഒരു വൈകുന്നേരം ആവുമ്പോ വന്ന് കളിക്കാട്ടോ. അത് പിന്നെ വാശി പിടിക്കില്ല ടീ കുട്ടി. നമുക്ക് റൂമൊന്നും കിട്ടിയില്ലല്ലോ. അതിന് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി എടുക്കണ്ടായോ? ഇങ്ങനെ നനഞ്ഞ തലയോടെ എത്ര നേരം നിൽക്കാനാ? ജലദോഷം പിടിക്കത്തില്ലേ? അതുകൊണ്ടാ റൂം കിട്ടട്ടെ എന്നിട്ട് കളിക്കാട്ടോ. ഓ അമ്മമ്മന്റെ സ്വത്ത് പറഞ്ഞപ്പോ തന്നെ അങ്ങ് കേട്ടല്ലോ. പേരക്കുട്ടികളായാലേ നിന്നെ പോലെ വേണം. ഇവിടെയും കുറച്ചെണ്ണങ്ങളുണ്ട്. അച്ഛമ്മ പറയുന്ന വാക്കിന് ഒരിത്തിരി വില ഇല്ലാത്തങ്ങള്. ഞാൻ എങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ അവരും അങ്ങോട്ട് പോവും. പിള്ളേരായാലേ എന്റെ ടീ കുട്ടിയെ പോലെ വേണം. കണ്ട് പഠിച്ചോണ്ടേ. അച്ഛാ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ താക്കോല് മേടിച്ചിട്ട് വരേ. ആ വേഗം ചൊല്ലടാ, പിള്ളേരൊക്കെ വെയിലത്ത് നിൽക്കുവാ. ഇപ്പൊ മേടിച്ചോണ്ടിരാ അച്ഛാ. ഓ ഇതാണോ മുതലാളി പറഞ്ഞ ഫാമിലി? ഷോ കാണുമ്പോ തന്നെ പാവം തോന്നുവാ. 2-3 പിള്ളേരുണ്ടല്ലോ. ഷോ എന്റെ ഭഗവാനെ, ഫ്രീ ആയിട്ട് ടൂറെന്ന് കേട്ടപ്പോ പിള്ളേരെയും കൂട്ടി സന്തോഷത്തോടെ വന്നതാവണം. ഇനി ഇവിടുന്ന് എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കണോ എന്തോ. ഈ ചാവി കയ്യിൽ വെച്ചിരിക്കുമ്പോ തന്നെ അങ്ങ് പേടിയാവുക. ഇതെങ്ങനെങ്കിലും ആ ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിച്ച് വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. അച്ഛാ അച്ഛനോ? അത് പിന്നെ ഒന്നും തോന്നണ്ട. എന്റെ അച്ഛനും ഇതേപോലെയായിരുന്നു. കണ്ടപ്പോ എന്റെ അച്ഛനും ഓർമ്മയെന്ന്. അതാ നിങ്ങൾ അങ്ങനെ വിളിച്ചേ. ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ? ഓ അതിനെന്താ മോനെ, മോനെ അങ്ങനെ തന്നെ വിളിച്ചോ? താങ്ക്സ് അച്ഛാ. അല്ല അച്ഛാ, റൂമിന്റെ താക്കോലിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചതായിരുന്നു. താക്കോല് ദേ മക്കളെ. അല്ല മക്കളെ, എത്ര ദിവസത്തിന്റെ ടൂറിനാ വന്നിരിക്കുന്നേ? 3 ദിവസത്തെ ടൂറിന് അച്ഛാ. 3 ദിവസമല്ലേ? അതെ അച്ഛാ. ഈശ്വര, ഈ 3 ദിവസവും ഈ പിള്ളേർക്കും ഇവരുടെ ഫാമിലിക്കും ഒരു ആപത്തും വരാണ്ട് നീ വേണം കാക്കാൻ. കഴിഞ്ഞോ?
വേഗം പോ. എന്നാ ശരി അച്ഛാ, ഞാൻ പോട്ടെ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ആ ശരി മോനെ. എന്നാലും മുതലാളി ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി.